ഒരൊറ്റ ആളില്ലാതെ അത്ഭുതകരമായ വിധത്തിലല്ലേ ഈ സയോണി ഘോഷ് എന്നൊക്കെ പറയുന്ന നേതാവ് ഈ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് ബംഗാളിലെ കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഈ ഇൻസ്റ്റാഗ്രാമിലും മറ്റ് യൂട്യൂബിലൊക്കെയുള്ള ദൃശ്യങ്ങളിൽ വിഷ്വലിൽ മമതാ ബാനർജിയെ കോപ്പി അടിച്ച് പോകുന്ന പോലെയാണ്. അവരിടുന്ന ചെരുപ്പ് അതേപോലെ ഇട്ടിട്ട് അതുപോലെ നടക്കുന്നൊരു ആളായിട്ടാണ് സയോണി ഘോഷിനെയൊക്കെ കാണുന്നത്. അത്രമേൽ വലിയ ഡിറ്റോ ആയിട്ട് ഇവരെ പോലെയാണ് ഞാൻ എന്ന് സ്ഥാപിക്കാൻ വേണ്ടി നടന്ന നേതാക്കളടക്കം ഇന്നിപ്പോൾ കേൾക്കുന്ന സയോണി ഘോഷ് അപ്പുറത്തേക്ക് ചാടാൻ വേണ്ടി നിൽക്കുകയാണ്. ഇതുവരെ ചാടിയിട്ടില്ല. ഈ സുഷ്മിതാ ദേവ് കോൺഗ്രസ് വിട്ടിട്ട് ഇവരുടെ കൂടെ വന്ന ആളാണ്. ഇപ്പോൾ അതാ പോയി. ഋതുപ്രതാ ബാനർജി പിന്നെ പണ്ടേ ഇത്തരം കാര്യങ്ങളിൽ വിദഗ്ധനാണ് എന്ന് പറയുന്നു. അപ്പോൾ ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പാർട്ടി തിരിച്ചു കിട്ടില്ല എന്ന അവസ്ഥ ഉറപ്പായിട്ടുമുണ്ട്. അതുകൊണ്ടാണ് ഇവർ പോയിട്ട് അവിടെ ഈ പറഞ്ഞ സോണിയാഗാന്ധിയെ കണ്ടത്. അതായത് ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിരുന്നു എന്നൊക്കെ പറയുമ്പോഴും അവരാ മുന്നണി യോഗത്തിലൊന്നും പങ്കെടുക്കാറില്ല. നമുക്കറിയാമല്ലോ, അഭിഷേക് ബാനർജിയോ ഡെറക് ഓബ്രിയനോ പോലുള്ള നേതാക്കളെയാണ് അവർ പറഞ്ഞു വിടാറ്. അത് തന്നെ എല്ലാത്തിനൊന്നും പോകാറില്ല. ഞാൻ അത്രക്കങ്ങ് നന്നായിട്ടല്ല നിങ്ങളോട് നിൽക്കുന്നതെന്ന സൂചന എപ്പോഴും കൊടുക്കാൻ അവർ ശ്രമിച്ചിട്ടേ ഉണ്ട്. ഈ പറയുന്ന ഇന്ത്യ മുന്നണി രൂപവൽക്കരണത്തിൻ്റെ അന്ന് പോലും മമതാ ബാനർജി പോകാത്ത പ്രധാനപ്പെട്ട നേതാവ് മമതാ ബാനർജി ആയിരുന്നു. അങ്ങോട്ടേക്ക് എനിക്ക് ആവശ്യമില്ല നിങ്ങളെ എന്ന് മട്ട് പിടിച്ചിരുന്ന ആളാണ് ഇന്നലെ ഈ സടകൊഴിഞ്ഞ സിംഹത്തെ പോലെ അവിടെ പോയിരുന്നിട്ട് സോണിയാഗാന്ധിയെ കെട്ടിപ്പിടിക്കുന്ന മറ്റായിട്ട് കാണുന്നത്. 2 തവണ ഇന്നലെ സോണിയാഗാന്ധിയെ കണ്ടു, നാളെയോ മറ്റോ വീണ്ടും കാണും അത്രേ. 2 തവണ സോണിയാഗാന്ധിയെ കാണുന്നു. അഭിഷേക് ബാനർജി ഇന്നലെ പോയിട്ട് ഡൽഹിയിലുണ്ട്, രാഹുൽ ഗാന്ധി ഇന്ന് പോയിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ പറയുന്ന സാഷ്ടാംഗം നമസ്കരിച്ചിട്ട് കോൺഗ്രസിന് മുമ്പാകെ നിൽക്കുകയാണ് ഇവർ എന്നാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത്. ഇതിനകത്തുള്ള ഒരു കാര്യം, കോൺഗ്രസ്സിന് നമ്മൾ ഇന്നലെ വിശദമായിട്ട് ചർച്ച ചെയ്തല്ലോ, കോൺഗ്രസ്സിന് ശക്തരായിട്ടുള്ള നേതാക്കളെ വേണം. പല സംസ്ഥാനങ്ങളിലും ആളുകളെ ആവശ്യമുണ്ട്. കോൺഗ്രസ് അത് അച്ചീവ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് എന്നൊരു തോന്നലുണ്ട്. ഇപ്പം നമ്മൾ CPM-ൻ്റെ കാര്യം ഇന്നലെ പറഞ്ഞാണല്ലോ, CPM-ന് ഇപ്പോൾ അവർക്ക് ആവശ്യമേ ഇല്ല. എന്തിനാണ് ആവശ്യം? ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് പോലും അവർക്ക് അവരുടേതായിട്ടുള്ള കരുത്തിൽ CPM-നെ കൊണ്ട് എന്തെങ്കിലും ചെയ്യാനില്ല. അപ്പോൾ കേരളമാണ് CPM-ൻ്റെ സ്ഥലം. കേരളത്തിൽ പക്ഷേ കോൺഗ്രസ് സ്വന്തം നിലക്ക് അതിശക്തമായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ പിന്നെ CPM-ന് ആവശ്യമില്ല. മറ്റ് നേതാക്കളെ അവർക്ക് ആവശ്യമുണ്ട്. ഇന്നിപ്പോൾ വിജയ് പോയിട്ട് കണ്ടല്ലോ, ഇന്നിപ്പോൾ അല്പം മുമ്പ് രാഹുൽ ഗാന്ധിയെ വിജയ് പോയി കണ്ട്, രാഹുൽ ഗാന്ധി അക്കാര്യം ഫോട്ടോ എല്ലാം ഇട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാ സംസ്ഥാനങ്ങളിലും അവർക്ക് ശക്തരായിട്ടുള്ള ആളുകളെ വേണം. ബംഗാളിൽ മമതാ ബാനർജിയെ കൊണ്ട് തൃണമൂൽ പാർട്ടി എന്ന് തിരിച്ചു പിടിച്ചിട്ട് ശക്തി ഉണ്ടാക്കാൻ പറ്റുമെന്ന് അവർ വിചാരിക്കുന്നില്ല. പക്ഷേ അപ്പോഴും നമ്മൾ കാണേണ്ടുന്നൊരു കാര്യം വർഷ 26 മില്യൺ വോട്ട് അവർക്ക് തൃണമൂൽ കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പിലും നേടിയിട്ടുണ്ട്. 40% വോട്ട് തൃണമൂൽ കോൺഗ്രസ്സിന് പാർട്ടിക്ക് അവിടെയുണ്ട്. 40%, 45%മാണ് BJP. 26 മില്യൺ എന്ന് വെച്ചാൽ 3 മില്യൻ്റെ കുറവ് മാത്രമേ BJPയുടെ ആകെ വോട്ടിന് നിന്ന് കുറവുള്ളൂ തൃണമൂൽ കോൺഗ്രസ്സിന് എന്ന് നമ്മൾ ഓർക്കണം. കോൺഗ്രസ്സിന് 3% വോട്ടാണുള്ളത്. ഇവർക്ക് 40% വോട്ടുണ്ട്. 40% വോട്ട് എന്നൊക്കെ പറഞ്ഞാൽ ചെതറി. വർഷം പറഞ്ഞ പോലെ നമുക്ക് ബംഗാളിൻ്റെ ചരിത്രം അറിയാം.